നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിസിറ്റ് വിസ നിർത്തലാക്കാൻ ഒരുങ്ങി ഖത്തർ. നവംബർ 1 മുതൽ വിസിറ്റ് വിസ അനുവദിക്കില്ല. ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായിട്ടാണ് രാജ്യത്തിന്റെ ഈ നീക്കം. ഡിസംബർ 23 ശേഷമേ ഇനി വിസിറ്റ് വിസ അനുവദിക്കൂ. കര, വ്യോമ, കടൽ വഴിയുള്ള വിസിറ്റ് വിസ താൽക്കാലികമായി നിർത്തുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സന്ദർശകർക്ക് ഇക്കാലയളവിൽ ഖത്തറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹയ്യ കാർഡ് ഉണ്ടായിരിക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തടസ്സമില്ലാതെ നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണിത്. വിസിറ്റ് വിസ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെങ്കിലും ചിലരുടെ കാര്യത്തിൽ ഖത്തർ ഇളവ് നൽകിയിട്ടുണ്ട്. ഖത്തർ പൗരന്മാർ, ഖത്തരി ID കാർഡുള്ള ഖത്തറിലെ താമസക്കാരും GCC പൗരന്മാരും, ജോലി വിസയും പേഴ്സണൽ റിക്രൂട്ട്മെന്റ് വിസയും കൈവശമുള്ളവർ, മാനുഷിക സഹായ ആവശ്യാർത്ഥം ഖത്തറിലെത്തുന്നവർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തടസ്സമുണ്ടാകുകയില്ല. 2022 നവംബർ 20 ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പ് ഖത്തർ 2022 കാലത്ത് ഖത്തറിലേക്കുള്ള പ്രവേശനത്തിനും പുറത്തു കടക്കുന്നതിനുമുള്ള നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിലാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹയ്യ കാർഡ് ഉള്ള ഒരാൾക്ക് ഖത്തറിലുള്ള ആളാണെങ്കിലും പുറത്തുള്ള ആളാണെങ്കിലും 3 പേരെ കൂടി അതിഥികളായി കൂടെ കൂട്ടാം. ഇവർ ഖത്തറിലേക്ക് വരാൻ നിശ്ചിത ഫീസ് അടയ്ക്കണമെന്ന് മാത്രം. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേക ഫീസ് ഇല്ല. മത്സരം കാണാൻ കഴിയില്ലെങ്കിലും ഇവർക്ക് ഫാൻ സോണുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. മലയാളികൾ അടക്കമുള്ള നിരവധി ഫുട്ബോൾ ആരാധകർക്ക് ലോകകപ്പ് ആവേശത്തോടൊപ്പം ചേരാനുള്ള അവസരമാണ് ഖത്തറിന്റെ 1+3 പാക്കേജ് ഒരുക്കുന്നത്. ഖത്തർ ലോകകപ്പിന്റെ ഫാൻ ID ആണ് ഹയ്യ കാർഡ്. നവംബർ 1 മുതൽ ഖത്തറിലേക്ക് പ്രവേശിക്കാൻ ഹയ്യ കാർഡ് മാത്രം മതി. ലോകകപ്പ് മത്സര ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഹയ്യ കാർഡ് അനുവദിക്കുന്നത്. അതായത് ടിക്കറ്റ് ഇല്ലാതെ വിദേശികൾക്ക് ഈ കാലയളവിൽ ഖത്തറിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. ഖത്തർ പ്രഖ്യാപിച്ച പുതിയ 1+3 പദ്ധതിയോടെ അതിനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഹയ്യ കാർഡ് ഉള്ളവർ ഖത്തറിൽ താമസക്കാരാണെങ്കിലും അല്ലെങ്കിലും ഇത് പ്രകാരം 3 പേരെ കൂടി അതിഥികളായി രാജ്യത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതേസമയം ഖത്തർ പോലുള്ള രാജ്യത്തിന് ലോകത്തെ പ്രധാന ഫുട്ബോൾ മാമാങ്കം നടത്താൻ സാധിക്കുമോ എന്ന ചോദ്യം നേരത്തെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനുള്ള മറുപടിയും ഖത്തർ അമീർ നൽകി. കൊച്ചു രാജ്യം വലിയ കായിക മത്സരം എങ്ങനെ ഭംഗിയായി നടത്തുമെന്ന് ജനങ്ങൾ കാണാൻ പോവുകയാണെന്നും ഖത്തർ അമീർ പറഞ്ഞത്. എന്തായാലും പ്രവാസികളും വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഫുട്ബോൾ മാമാങ്കത്തിനായി കാത്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.